കണ്ടിന്യൂസ് ആയിട്ട് സെഷൻസ് എന്തെങ്കിലും ഒരു റിഫ്രഷ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു വാമപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെഷനിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈസ് ഇറ്റ് ഓക്കെ? ഓക്കെ, താങ്ക് യു. ആക്ച്വലി എൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞ ഒരു ക്യാൻസർ അവയർനെസ് ആണ്. ക്യാൻസർ അവയർനെസ് ടോപ്പിക്കിൽ എപ്പോഴും ആൾക്കാർ കുറച്ചുകൂടി എന്താണ് നമ്മൾ ആദ്യം ഡോക്ടർ പറഞ്ഞ ഒരു ടോപ്പിക്കിനെ പോലെ സന്തോഷഭരിതമായിരിക്കില്ല. കേൾക്കുന്നുണ്ടോ? കുറവാണ്. ഹലോ, കുറച്ചുകൂടി ഓഡിയബിളാണ്. ഓക്കെ, താങ്ക് യു. അപ്പം സാറ് ഓൾറെഡി കുറേ കാര്യങ്ങൾ പറഞ്ഞു, എങ്ങനെ നമ്മുടെ ഹെൽത്തി ലൈഫ്, എങ്ങനെ നമ്മൾ സ്റ്റേ ഹാപ്പി. അപ്പോൾ അതിൽ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും നമുക്കൊരു ഭയങ്കര ഒരു റിഫ്രഷ്മെൻ്റ് ഉണ്ട്. പക്ഷേ എൻ്റെ ടോപ്പിക്ക് വരുമ്പോഴത്തേക്ക് ആക്ച്വലി എല്ലാവരും വളരെ ഉത്കണ്ഠ അല്ലെങ്കിൽ നീരസമായിട്ട് കേൾക്കുന്ന ഒരു ടോപ്പിക്കാണ് ക്യാൻസർ അവയർനെസ്. അപ്പോൾ അതിനെ എങ്ങനെ കുറച്ചുകൂടി ലൈവ്ലി ആക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ പറയേണ്ടത്. ആക്ച്വലി എനിക്ക് പറയാനൊന്നുമില്ല, കാരണം സാറ് കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഇപ്പോൾ മാഡം കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത്. മാഡം കുറച്ച് അവയർനെസ്, സാറ് എങ്ങനെ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് ക്യാൻസർ അവയർനെസ്സിൻ്റെ ക്ലാസ് എടുക്കേണ്ട കാര്യം തന്നെ ഇല്ല. എന്നിരുന്നാലും ചെയ്യേണ്ടതുള്ളത് കൊണ്ട് നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ബ്രീഫ് ചെയ്ത് പറയാൻ ശ്രമിക്കാം. നമുക്ക് ടൈം കുറച്ച് ലിമിറ്റഡ് ആണ്. ആക്ച്വലി എൻ്റെ പേര് കൃഷ്ണേന്ദ്രൻ. ഞാൻ RCCയിൽ PhD കഴിഞ്ഞിട്ട് ഇപ്പം DDRC അജലസിൻ്റെ ജീനോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ചെയ്യുന്നു. I've been associating with the DDRC for the last 5 years. This is my 6th year ongoing. അപ്പം നമ്മളിങ്ങനെ എല്ലാ ഈവൻറ്റിലും നമ്മൾ ഈ പറയുന്ന ക്യാൻസർ അവയർനെസ് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്, ഡോക്ടേഴ്സിന് റൗണ്ട് ടേബിൾ മീറ്റൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതും ചെയ്യുന്നത്. എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും എല്ലാവരോടും സംസാരിക്കാൻ കഴിഞ്ഞതിലും ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ യൂഷ്വലി നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ട്, ഇപ്പോഴും എമർജ് ചെയ്തൊരു കൺസെപ്റ്റാണ് ലൈഫ് ബിഗിൻസ് ആഫ്റ്റർ 40. 40 വയസ്സിന് ശേഷമാണ് യഥാർത്ഥ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അതിൽ നിന്ന് റീറൈറ്റ് ചെയ്യുകയാണ്, ലൈഫ് ബിഗിൻസ് ആഫ്റ്റർ 40 അല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ലൈഫ് ബിഗിൻ ആഫ്റ്റർ 60 ആണ്, അല്ലേ? തീർച്ചയായിട്ടും 40s നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. EMI അടയ്ക്കണം, ലോൺ അടയ്ക്കണം, കുട്ടികളുടെ വിദ്യാഭ്യാസം, കല്യാണം, പല പല പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ലൈഫ് ബിഗിൻസ് ആഫ്റ്റർ 40 എന്നുള്ള കൺസെപ്റ്റിൽ ഞാൻ ഒരിക്കലും ഇതല്ല. ആഫ്റ്റർ 60 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാവരും ഹാപ്പിയാണ്. ഇപ്പം എനിക്ക് കാണാൻ കഴിയുന്നത് എല്ലാം സ്മൈലിംഗ് ഹാപ്പി ഫേസസ് ആണ്. വൈ? ബിക്കോസ് നമ്മുടെ എല്ലാ ബാധ്യതകളും കഴിഞ്ഞു, എല്ലാ ഉത്തരവാദിത്തങ്ങളും കഴിഞ്ഞു. ഇനി നമുക്ക് എൻജോയ് ചെയ്യേണ്ട ടൈമാണ്. ആ എൻജോയ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഹെൽത്തും കൂടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത് വളരെയധികം, നമ്മൾ പറയാറുണ്ട് ചില സിനിമയിൽ, കർത്താവ് നിന്നെ അങ്ങോട്ട് എത്തുമ്പോഴേക്കും നിന്നോട് ചോദിക്കും, നിന്നെ ഞാൻ സുന്ദരമായ ഭൂമിയിലോട്ട് അയച്ചു, നീ എന്തെങ്കിലും എൻജോയ് ചെയ്തോ? ഒന്നുമില്ല സർ, ഞാൻ EMI അടച്ചു, ഞാൻ ഹോം ലോൺ അടച്ചു, മക്കളെ പഠിപ്പിച്ചു. ശരിയാണ്, ഒരിക്കലുമില്ല. നമ്മൾ എൻജോയ് ചെയ്യണം. നമ്മുടെ ഈ ലൈഫ് എന്ന് പറയുന്നത് വളരെയധികം എൻജോയ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ വീട്ടിൽ കാണുന്നത്, എൻ്റെ മകൾക്ക് 5 വയസ്സാണ്. എൻ്റെ മകൾ 5 വയസ്സുള്ള എൻ്റെ മകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ സീരിയലിൻ്റെ കഥ പറഞ്ഞു. അതുപോലെ അച്ഛനോടും അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഡയാന റോമിയുടെ കഥകൾ. ഡയാന അങ്ങോട്ട് പോയി, അച്ഛനാണ് ഏറ്റവും കൂടുതൽ കാർട്ടൂൺ എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് ലിറ്ററലി ഒരു മകനെന്ന രീതിയിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം അവർ തിരിച്ച് ചൈൽഡ്ഹുഡിലോട്ട് വരുന്നു. 2 സ്മൈലിംഗ് ഫേസസ് ആണ് അവർ കാണുന്നത്. ഒരാൾ ജീവിതത്തിൽ 5ാമത്തെ വയസ്സിൽ അവരുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരാൾ 60 വയസ്സിൽ ഈ ജീവിതം മുഴുവൻ കണ്ടതിന് ശേഷം തിരിച്ച് ബാക്ക് ടു ചൈൽഡ്ഹുഡ്. അത് കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്നെ കാരണം അല്ലെങ്കിൽ ഞാൻ മകനെന്ന രീതിയിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അത് ഒരു കാര്യം കൂടി പറയാം. ഞാൻ യൂഷ്വലി ട്രക്കിങ്ങിന് പോകാറുണ്ട്. ട്രക്കിംഗ് യൂഷ്വലി ഒരു വൈൽഡ് ലൈഫ് കുറച്ചുകൂടി ആഗ്രഹിക്കുന്ന ഒരാളാണ്. നമ്മൾ ബാക്ക് ടു ഈ പറയുന്ന പൊല്യൂഷനും ഒരു ശുദ്ധവായു ശ്വസിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഒരു വൈൽഡ് ലൈഫ് ജേർണി സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ പോയത് അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിലാണ്. 3 ദിവസത്തെ പ്രോഗ്രാമാണ്. ഈ 3 ദിവസത്തെ പ്രോഗ്രാമിൽ ഓരോ ബാച്ച് എന്ന് പറയുന്നത് ഒരു 10 പേരടങ്ങുന്ന ഒരു ബാച്ചാണ്. ഈ 10 പേരടങ്ങുന്ന ബാച്ചിൽ എൻ്റെ കൂടെ വന്നത് ഒരു കപ്പിൾസാണ്. You will think about a small couples having age of 30, 25 ആ ഏജ് അല്ല. എൻ്റെ കൂടെ വന്നത് ഒരു 16, 65 ഉള്ള 2 ആൾക്കാരാണ്. പക്ഷെ റിയലി ഹാപ്പി. അവരെ നമ്മൾ പോകുന്ന വഴിക്ക് അവരുടെ ജീവിതാനുഭവങ്ങൾ ഈ 60ാമത്തെ വയസ്സിൽ അവർ ലൈഫ് എൻജോയ് ചെയ്യുകയാണ്. ഇത് കണ്ടതിന് ശേഷം ഞാൻ എൻ്റെ വൈഫിനോടും വന്ന് പറഞ്ഞു, നമുക്ക് 60, 65ാമത്തെ വയസ്സിൽ നമുക്ക് യാത്രകൾ പോകണം, കാട്ടിൽ പോകണം. അപ്പം തനിക്ക് പ്രാന്താണോ എന്ന് ചോദിച്ചു. പക്ഷേ റിയലി തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാനുള്ളൊരു സമയമാണ്. ആ സമയം ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ എല്ലാം ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ അമ്മ എന്നോട് പറഞ്ഞു, നീ November 1 to 6 നീ ലീവ് എടുക്കണം, നീ അല്ലെങ്കിൽ വൈഫ് ലീവ് എടുക്കാൻ പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ എൻ്റെ കുട്ടിയെ നോക്കുന്നത് അച്ഛനും അമ്മയാണ്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഈ സമയത്താണ് നമ്മൾ ഏറ്റവും ഹെൽത്തി ആയിരിക്കേണ്ടത്, അല്ലേ? നമ്മുടെ ജനറേഷനെ സപ്പോർട്ട് ചെയ്യേണ്ട ഏറ്റവും ടൈം എന്ന് പറഞ്ഞാൽ ഈ സമയമാണ്. കാരണം നമ്മളെല്ലാ പേരും നമ്മുടെ ലൈഫിൽ ഭയങ്കര റഷാണ്.
ഭയങ്കര ബിസി ലൈഫാണ്. പക്ഷെ നമ്മുടെ കുട്ടികൾ, എൻ്റെ കുട്ടികൾ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് ഞങ്ങളോട് ഇരിക്കുന്നതിനേക്കാളും വളരെ ഹാപ്പി മൊമെൻറ്റ്സ് ആണ് അവർ ഗ്രാൻഡ് പാരൻസിനോട് ഇരിക്കുന്നത്. ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനെ അവളെ കാണിക്കും, അമ്മയാരെന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മയെ കാണിക്കും. കാരണം അവളെ സംബന്ധിച്ചിടത്തോളം അച്ഛനും അമ്മയും എൻ്റെ അച്ഛനും അമ്മയാണ്. ഞാൻ ആരാന്ന് ചോദിച്ചാൽ അത് ചന്തു, എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് ചന്തു ആണ്. അതാരെന്ന് വെച്ചാൽ കാർത്തി, അമ്മ അച്ഛൻ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം അങ്ങനെ നമുക്ക് ലൈവ്ലി ആയിരിക്കേണ്ട ഒരു നിമിഷമാണ് അല്ലെങ്കിൽ സമയമാണ് ഈ സമയം എന്ന് പറയുന്നത്. അതിൽ നിങ്ങളെ മുന്നിൽ വന്നിട്ട് ഈ കാര്യങ്ങൾ പറയാൻ പറ്റുന്നതിൽ ഞാൻ വളരെയധികം കൃതാർത്ഥനാണ് അല്ലെങ്കിൽ ഹാപ്പിയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്മ പറഞ്ഞു 1 to 6 നീ ലീവ് എടുക്കണം. ഞാൻ ചോദിച്ചു നീ അല്ലെങ്കിൽ വൈഫ് എടുക്കണം. ഞാൻ ചോദിച്ചാൽ എന്താ അമ്മ, ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിച്ചാൽ എവിടെയാണാവോ? ഞങ്ങൾ പാലക്കാട്, കോയമ്പത്തൂർ, സദ്ഗുരു. അപ്പോൾ അവിടെ ഒരു കൺസോർഷ്യം, ഒരു ഗ്രൂപ്പുണ്ട്, അവരെല്ലാ പേരും കൂടെ ലീവ് എടുത്തിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ ആ സമയത്ത് ലീവ് എടുക്കണം. കാരണം നമ്മളെ കൊണ്ട് അവർക്ക് ഹാപ്പി ആകാൻ പറ്റുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഹാപ്പി മൊമെൻറ്റ്സ് അവർക്ക് കൊടുക്കണം. അത് തന്നെയാണ് എനിക്ക് ഈ ക്യാൻസർ അവയർനെസ് ക്ലാസ്സിലും പറയാനുള്ളത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരിക്കുക. നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായിട്ടുള്ള ചീത്ത കൊളസ്ട്രോളോ സ്ട്രെസ് ഹോർമോണോ ഉണ്ടാകാതിരുന്നാൽ മാത്രം മതി. ബാക്കിയെല്ലാം നമ്മുടെ ശരീരം തന്നെ നമ്മളെ ടേക്ക് കെയർ ചെയ്തോളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ കാണിക്കേണ്ട 2 ആൾക്കാരെയാണ് കാണുന്നുണ്ട്. ആരൊക്കെ ആയിരിക്കാം? YWCA, YMCAയിലാണെങ്കിൽ ഇപ്പം തന്നെ ആൻസർ വന്നിട്ടായിരുന്നു. ആരായിരിക്കാം? യെസ്, 1 ഈസ് മനീഷ കൊയ്രാള. ഞാൻ നമ്മുടെ ബോളിവുഡ് ആക്ട്രസ് എടുക്കുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി ഞാൻ ആരെയും കൂടി എടുക്കണം, ഹോളിവുഡ് ആക്ട്രസിനെയും കൂടി എടുക്കണം. ഞങ്ങളുടെ ടൈമിലേക്ക് ഹാർട്ട് ത്രോബ് ആയിരുന്നു, ഒരുപാട് ഫാൻ ബേസ് ഉള്ളതാണ്, ട്വിറ്ററിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളതാണ്. ആരായിരിക്കാം? ആഞ്ചലിന ജൂലിയറ്റ്. എക്സാക്ട്ലി, ആഞ്ചലിന ജൂലിയറ്റ്. ആഞ്ചലിന ജൂലിയറ്റിനെ ഞാൻ കുറച്ചുകൂടി വേറൊരു പരിവേഷം കൊടുക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഷീസ് എ വാരിയർ അല്ലേ? ആഞ്ചലിന ജൂലിയറ്റ് ഒരു വാരിയർ ആണ്, അല്ലെങ്കിൽ സമൂഹത്തിനോട് ഏറ്റവും വലിയൊരു മെസ്സേജ് കൺവേ ചെയ്ത ഒരാളാണ് ആഞ്ചലിന ജൂലിയറ്റ്. ക്യാൻസർ അവയർനെസ് ക്ലാസ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും ദാറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ക്യാൻസർ അവയർനെസ് ആയിരിക്കാം. എന്തായിരിക്കാം? എനി ഗസ്? അതെ, തീർച്ചയായിട്ടും ആഞ്ചലിന ജൂലിയറ്റ് ഒന്നും ചെയ്തില്ല. അവർക്ക് ബ്രസ്റ്റ് ഒവേറിയൻ കാർസിനോമ വരാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളത് നേരത്തെ മുൻകൂട്ടി ഐഡന്റിഫൈ ചെയ്തു. ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് പ്രൊഫൈലാറ്റിക് സർജറി ചെയ്തിട്ട് അവർ ഈ ലോകത്തോട് തന്നെ ഏറ്റവും വലിയൊരു മെസ്സേജ് കൺവേ ചെയ്തു. ട്വിറ്ററിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ആഞ്ചലിന ജൂലിയറ്റിന്റെ ഫാൻ ബേസ് ഡബിളായിട്ട് വീണ്ടും കൂടി. കാരണം അത്രയും വലിയൊരു സ്റ്റാർഡത്തിൽ നിന്നിട്ടാണ് ആഞ്ചലിന ജൂലിയറ്റ് എന്ന് പറയുന്ന ലേഡി ആ ഒരു മെസ്സേജ് സ്വന്തം ശരീരം കൊണ്ട്, നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞു എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം, കുറച്ചുകൂടി ആപ്റ്റായിട്ട് ഞാൻ പറയും ആഞ്ചലിന ജൂലിയറ്റിനത് ചെയ്തു. കാരണം ആഞ്ചലിന ജൂലിയറ്റ് സ്വന്തം ശരീരത്തിൽ കുറച്ച് പ്രൊഫൈലാറ്റിക് സർജറി ചെയ്തിട്ട് അവർ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു ക്യാൻസർ അവയർനെസ്സിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയാണെന്നുള്ളത്. അതേസമയം മനീഷ കൊയ്രാള എന്ന് പറയുന്നത് വേറൊരു ലിവിങ് എക്സാമ്പിൾ ആണ്. 2012 അവർക്കൊരു ഫെലോപ്പിയൻ ട്യൂബിൽ സ്റ്റേജ് 4 ആയിട്ടുള്ളൊരു കാർസിനോമ ഡെവലപ്പ് ചെയ്തു. ആ കാർസിനോമ ഡെവലപ്പ് ചെയ്തതിന് ശേഷം അവരെന്ത് ചെയ്തു? അതിന് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുത്തു. അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം ഇപ്പോഴും അവർ ആക്റ്റീവായിട്ട് നമ്മുടെ ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ 2 ലിവിങ് എക്സാമ്പിൾസ് ആണ്. ഒന്നെന്ന് പറയുന്നത് അസുഖം വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് അസുഖം വരാതെ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള രീതിയിൽ നമ്മൾ നടൻ ശ്രീനിവാസൻ പറയുന്ന പോലെ നമുക്ക് ക്യാൻസർ സെൻറ്റേഴ്സ് അല്ല വേണ്ടത്, ക്യാൻസർ വരാതിരിക്കാനുള്ള സെൻറ്റേഴ്സാണ് നമുക്ക് വേണ്ടത്. അത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ ആഞ്ചലിന ജൂലിയറ്റ് എനിക്ക് ക്യാൻസർ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ക്യാൻസറിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചു. സെക്കൻഡ് ലേഡി എന്ന് പറയുന്നത് ക്യാൻസർ വന്നതിന് ശേഷം അതിനെ ഫൈറ്റ് ചെയ്തിട്ട് അതിനെ തോൽപ്പിച്ചിട്ട് ഈ ലോകത്തോട്, സമൂഹത്തോട് വലിയൊരു എക്സാമ്പിൾ വിളിച്ച് പറഞ്ഞ 2 ലിവിങ് ലെജൻഡ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമുക്ക് അറിയേണ്ട 2 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ഇത് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്തത്? ആഞ്ചലിന ജൂലിയറ്റിന് എന്തെങ്കിലും ഒരു ഉൾവിളി ഉണ്ടായിട്ടാണോ ചെയ്തത്? അല്ല. ആഞ്ചലിന ജൂലിയറ്റിന് കൃത്യമായിട്ടുള്ള സ്റ്റഡീസ് ഉണ്ടായിരുന്നു, കൃത്യമായിട്ടുള്ള അവയർനെസ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ആക്ച്വലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു റെപ്രസെൻറ്റേഷനാണ് ഈ കാണിക്കുന്നത്. എന്താണ് എന്തെങ്കിലും ഗസ്? ഇതൊരു ബോധിവൃക്ഷ ചൂടാണോ? ബുദ്ധന് ബോധോദയം കിട്ടിയതുപോലെ? അല്ല. ഇതെന്ന് പറയുന്നത് ഫാമിലി ട്രീ ആണ്. ആ ഫാമിലി ട്രീയിൽ നോക്കിയപ്പോഴത്തേക്ക് അവരുടെ കുടുംബത്തിൽ, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അച്ഛൻ്റെ കുടുംബത്തിലാകാം, അമ്മയുടെ കുടുംബത്തിലാകാം, മൾട്ടിപ്പിൾ ക്യാൻസർ ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. ആ മൾട്ടിപ്പിൾ ക്യാൻസർ ഇൻസിഡൻസും അസോസിയേറ്റഡ് വിത്ത് ബ്രസ്റ്റ് ആൻഡ് ഒവേറിയൻ കാർസിനോമ. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ആഞ്ചലിന ജൂലിയറ്റിനും ഇതുപോലൊരു എന്ത് തോന്നി, എനിക്കും വരാനുള്ള ചാൻസ് ഉണ്ടോ? ഒരു ഫാമിലി ട്രീ എന്ന് പറയുമ്പോഴത്തേക്ക് പലപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ ഡയബറ്റീസ്, നമുക്കിത് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. പല പല കാര്യങ്ങളും നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം പോലെ ചില ക്യാൻസേഴ്സും നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് അല്ലെങ്കിൽ ജനറ്റിക് ആയിട്ട് നമ്മളിൽ വന്നു ചേരുന്ന കാര്യങ്ങളാണ്.
അപ്പോൾ യൂഷ്വലി ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഞാൻ ഇതുപോലെ ക്ലാസ് എടുക്കുമ്പോഴത്തേക്ക് ചിലർ ചോദിക്കുന്നത്, എന്തിനാണ് സാർ അല്ലെങ്കിൽ എന്തിനാണ് ഡോക്ടർ നമ്മൾ ഇതുപോലെ അൺവാണ്ടഡ് ബർഡൻ നമ്മുടെ തലയിൽ കൊണ്ട് നടക്കുന്നത്? സാറല്ലേ നേരത്തെ പറഞ്ഞത് ജീവിതം ആഘോഷിക്കാനുള്ളതാണ്, സന്തോഷിക്കാനുള്ളതാണ്, അന്നേരം ഈ ബർഡൻ നമ്മുടെ തലയിൽ കൊണ്ട് നടക്കണോ എന്ന് ചോദിക്കും. പക്ഷെ ഇതൊരു ബർഡൻ ആണോ? എൻ്റെ ശരീരത്തിനെക്കുറിച്ച് എനിക്കറിയാവുന്നതുപോലെ മറ്റൊരാൾക്കും അറിയത്തില്ല. എൻ്റെ ശരീരത്തിൽ എന്തൊക്കെ വരും എന്നുള്ള കാര്യം ഞാൻ മുൻകൂട്ടി അറിയാമെങ്കിൽ എനിക്ക് അതിനനുസരിച്ച് എൻ്റെ ലൈഫ് സ്റ്റൈൽ എന്ത് ചെയ്യാം മോഡിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെയെല്ലാം മോഡിഫൈ ചെയ്യാൻ പറ്റും? ജനറ്റിക്കലി നമുക്ക് എന്തെങ്കിലും ജനറ്റിക് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റും, നമുക്ക് ചേഞ്ചസ് ചെയ്യാൻ പറ്റുമോ? ഒന്നുമില്ല. പക്ഷേ എനിക്കൊരു അസുഖം വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനനുസരിച്ച് കറക്റ്റ് ഫോളോ അപ്പ് എടുക്കാൻ പറ്റും. വെൻ ഫാമിലി ഈസ് കംപ്ലീറ്റ്, ഈ പറയുന്ന പോലെ ആഞ്ചലിന ജൂലിയറ്റിനെ പോലെ ഫാമിലി കംപ്ലീറ്റഡ് ആണെങ്കിൽ എനിക്ക് അതിൻ്റെ രീതിയിലുള്ള പ്രൊഫൈലാറ്റിക് സർജറി ചെയ്യാൻ പറ്റും, ഇല്ലേ? ഇതേപോലൊരു ക്ലാസ്സിൽ ഞാൻ ഈ ജനറ്റിക് ലാൻഡ്സ്കേപ്പ് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്നത് ഇത് ബ്രസ്റ്റ് ഓവേറിയൻ കാർസിനോമ മാത്രമല്ല, അതായത് പാരമ്പര്യമായിട്ട് നമുക്ക് എന്തെല്ലാം ക്യാൻസർ വരുമോ ആ ക്യാൻസർ നമ്മുടെ ഫാമിലിയിൽ നോക്കിയിട്ട് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ ജീൻ, എൻ്റെ ജനറ്റിക്സ് അത് വൾണറബിൾ ആണോ, ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ഉണ്ടോ, എനിക്ക് ക്യാൻസർ വരാനുള്ള ജനറ്റിക്സ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഇതേപോലെ ഒരു കാലിക്കറ്റിൽ നടന്ന ഒരു കൺസോർഷ്യത്തിൽ, ഡോക്ടേഴ്സിൻ്റെ ക്ലിനീഷ്യൻസിൻ്റെ കൺസോർഷ്യത്തിൽ നമ്മുടെ ഇതേപോലെയുള്ള നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതിനുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ടെന്ന് കണ്ടെത്തിയതിന് ശേഷം അതിലൊരു ഡോക്ടർ ഒഫ്താൽമോളജിസ്റ്റ് ആണ്, അദ്ദേഹത്തിൻ്റെ വൈഫ് ഗൈനക്കോളജിസ്റ്റ് ആണ്. മാഡം രണ്ടുപേരും ഞങ്ങളായിട്ട് അസോസിയേറ്റഡ് ആണ്, സാമ്പിൾസ് അയക്കാറുണ്ട്, അതിനുശേഷം കാര്യങ്ങൾ പറയാറുണ്ട്. അതായത് മാഡം കൂടുതൽ അയക്കുന്ന NIPT ആണ്. NIPT എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഗർഭാവസ്ഥയിലുള്ള ഫീറ്റസിൻ്റെ അമ്മയുടെ ബ്ലഡ് എടുത്തിട്ട് ഫീറ്റസിന് എന്തെങ്കിലും ജനറ്റിക് അബ്നോർമാലിറ്റി ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതിനെയാണ് NIPT എന്ന് പറയുന്നത്. അപ്പോൾ മാഡം യൂസ് ടു സെൻഡ് സാമ്പിൾ ടു അസ്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഫൈൻഡിങ്സ് കാണുകയാണെങ്കിൽ ഞാൻ മാഡമായിട്ട് സംസാരിക്കും, ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം മാഡം ഒരു ദിവസം കോൾ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു യൂഷ്വലി അയച്ച ഏതെങ്കിലും കേസിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിരിക്കും. അപ്പോൾ മാഡം പറഞ്ഞത് എങ്ങനെയാണ്, എൻ്റെ ഹസ്ബൻഡ് ആസ് യു നോ ഹീസ് ആൻ ഒഫ്താൽമോളജിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ ഇതേപോലെ പലർക്കും കോളൻ ക്യാൻസർ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു സംശയം, അദ്ദേഹത്തിന് വരാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ ഓഫ് കോഴ്സ് മാം, വൈ ഡോണ്ട്, ബിക്കോസ് വി ആർ ലിവിംഗ് ഇൻ എ വേൾഡ് ഇൻ വിച്ച് വി ആർ ഏബിൾ ടു ഐഡൻറ്റിഫൈ വാട്ട് ആർ ദ ജനറ്റിക് പ്രീഡിസ്പോസിഷൻ. ഇവ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫീറ്റസിലുള്ള ജനറ്റിക് അബ്നോർമാലിറ്റി പോലും അമ്മയുടെ ബ്ലഡ് ത്രൂ കണ്ടുപിടിക്കുന്ന ഒരു മെഡിക്കൽ എൻവയോൺമെൻറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ സാമ്പിൾ എടുത്തു, അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ DNA എടുത്തു. ആ DNA ഞങ്ങൾ കുറച്ച് അനാലിസിസ് ചെയ്തപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് കോളോൺ ക്യാൻസർ വരാനുള്ള ഒരു ജീനിൽ കുറച്ച് മ്യൂട്ടേഷൻ ഉണ്ട്. മ്യൂട്ടേഷൻ അറിയാമല്ലോ, ജനിതക വ്യതിയാനം. ഏറ്റവും കൂടുതൽ ഇപ്പം മ്യൂട്ടേഷൻ എന്ന് എനിക്ക് പറയേണ്ട കാര്യമേ ഇല്ല, ഇങ്ങോട്ട് പറഞ്ഞു തരും സാർ അത് ജനിതക വ്യതിയാനമല്ലേ, അത് ഒമിക്രോൺ വേരിയൻ്റ് അല്ലേ. കാരണം കോവിഡ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ലൈഫ് വളരെ രീതിയിൽ മാറി. എല്ലാവർക്കും PCR ടെസ്റ്റിങ്ങിനെ കുറിച്ച് അറിയാം, ജനിതക വ്യതിയാനങ്ങളെ കുറിച്ച് അറിയാം. അപ്പം അതുപോലെ ജനിതക വ്യതിയാനം വരുമ്പോഴത്തേക്ക്, മ്യൂട്ടേഷൻസ് വരുമ്പോഴത്തേക്ക് പിന്നെ നമ്മളുടെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, നമ്മൾ സ്മോക്കിംഗ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ആൽക്കഹോളിക് ആണ്, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ്ഫുൾ ലൈഫാണ്, ഞാൻ റെഡ് മീറ്റ് ഒരുപാട് കഴിക്കുന്ന ആൾക്കാരാണ്, അങ്ങനെയൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഈ ഫാക്ടേഴ്സ് ട്രിഗേഴ്സ് ചെന്നിട്ട് നമ്മുടെ സെല്ലിലുള്ള ജീൻസിനെ കൂടെ എന്ത് ചെയ്യും, ഇവോക്ക് ചെയ്യിപ്പിക്കും. നമ്മളിൽ എല്ലാ പേരിലും ക്യാൻസർ ജീനുകളുണ്ട്. ക്യാൻസർ എന്ന് പറയുന്നത് നമുക്ക് പടർന്നു പിടിക്കുന്ന ഒരു സാംക്രമിക രോഗമൊന്നും അല്ലല്ലോ. പിന്നെ എന്താണ്, നമ്മുടെ ജനറ്റിക്സ് ആണ്, നമ്മുടെ ശരീരത്തിലെ സെല്ലിനകത്തുള്ള ജനറ്റിക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുക, അല്ലെങ്കിൽ ആ സെല്ല് അബ്നോർമലായിട്ട് വളരണോ നോർമലായിട്ട് വളരണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ എല്ലാ പേരിലും നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ പേരിലും ക്യാൻസർ സെല്ലുകൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അതൊരു ക്യാൻസർ ആയിട്ട് മാറുന്നില്ല? കാരണം ആ ക്യാൻസർ സെല്ലുകളെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് നശിപ്പിക്കാനുള്ള ഒരു രോഗപ്രതിരോധ സംവിധാനം, ഇമ്മ്യൂൺ റിയാക്ഷൻസ് നമ്മുടെ ഇതിലുണ്ട്. വൈറസ് ഇൻഫെക്ഷൻ ആണെങ്കിലും ഒരു ഓങ്കോളജീസ് അല്ലെങ്കിൽ ഓങ്കോ ബേസിലുള്ള സെല്ലിനാണെങ്കിലും കൃത്യമായിട്ട് നശിപ്പിക്കാനുള്ള സംവിധാനം നമുക്കുണ്ട്. പക്ഷെ ഏജ് ഒരു ഫാക്ടറാണ്. ആഫ്റ്റർ 60 അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസസ് ഇതെല്ലാം വരുമ്പോഴത്തേക്ക് ഈ സെൽ എന്ത് ചെയ്യും, സെല്ലിലെ ക്യാൻസർ സെല്ലുകൾ ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ തിരിച്ചറിയാത്തത് കൊണ്ട് ആ സെല്ല് ഗ്രാജുവലി ഒരു സെല്ലാവും, 2 സെല്ലാവും, മൾട്ടിപ്പിൾ സെല്ലായിട്ട് മാറും. അത് കഴിഞ്ഞതിന് ശേഷം അത് ഒരു സ്ഥലത്ത് നിന്ന്, ഈവൻ ബ്രസ്റ്റിലാണ് അത് ഡയഗ്നോസ് ചെയ്തതെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ബ്രസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് അത് ബ്ലഡ് സർക്കുലേഷനിൽ കയറി അത് വീണ്ടും ഒരു ബ്ലഡ് സർക്കുലേഷനിൽ കൂടി ഫ്ലോട്ട് ചെയ്ത് പോയിട്ട് വേറെ സ്ഥലത്ത് അറ്റാച്ച് ചെയ്തിട്ട് ഒരു സെക്കൻഡറി ട്യൂമറായിട്ട് വളരും. അപ്പം നമ്മൾ അതിനെ പറയും വ്യാപിച്ചു പോയി, ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതിന് വിളിക്കുന്ന പേരാണ് മെറ്റാസ്റ്റാസിസ് എന്ന് പറയും. അപ്പം പക്ഷേ ഞാൻ ആദ്യമേ ചോദിക്കട്ടെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല. ആദ്യമേ നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിമ്പിൾ സർജറിയിലൂടെ നമുക്കിതിനെ കംപ്ലീറ്റ്ലി നമുക്ക് ക്യൂർ ചെയ്യാം. പക്ഷെ നമുക്കെല്ലാം ഇതിനെക്കുറിച്ച് ക്യാൻസർ, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു ഇൻവെസ്റ്റിഗേഷന് പോയ ഒരു ഡോക്ടർ എനിക്ക് പ്രശ്നമൊന്നുമില്ല, എൻ്റെ വീട്ടിൽ അച്ഛനൊക്കെ സ്ഥിരം കേൾക്കുന്നതാണ്, അച്ഛൻ ഒന്ന് വയ്യായികയുണ്ട്, നമുക്കൊന്ന് BP ചെക്ക്, എനിക്ക് എൻ്റെ ആവശ്യമൊന്നുമില്ല.
നമുക്കൊന്നും ആവശ്യമില്ല, നമുക്കൊന്നും കേൾക്കണ്ട അല്ലെ, എല്ലാം നമുക്ക് നെഗറ്റീവ് ആകാനാണ്, നമുക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ള കേൾക്കാനാണ് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അവയർനെസ്സും വേണം, കൃത്യമായിട്ടുള്ള സ്ക്രീനിങ്ങും വേണം. ആ സ്ക്രീനിങ്ങിലെ കൂടെയായിരുന്നു ആര് ചെയ്തത്, ആഞ്ചലിന ജൂലിയായിട്ട് ഐഡന്റിഫൈ ചെയ്തു എനിക്ക് ക്യാൻസർ വരാനുള്ള ഒരു വൾണറബിലിറ്റി, അവിടെ ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും, ഒരു ഫാമിലി കംപ്ലീറ്റ് ചെയ്തത് കൊണ്ട് തന്നെ അവർക്കൊരു പ്രൊഫലാറ്റിക് സർജറി ചെയ്യാനുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഇതാണ് നമ്മുടെ പറയേണ്ടത്. നമ്മളൊരു ഫാമിലി ഹിസ്റ്ററിയിൽ അച്ഛൻ്റെ കുടുംബത്തിലോ അമ്മയുടെ കുടുംബത്തിലോ മൾട്ടിപ്പിൾ ക്യാൻസർ ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നേരത്തെ പറഞ്ഞ ഡോക്ടറിന്റെ കഥ കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പോൾ ഡോക്ടർ ഇതുപോലെ പറഞ്ഞു. അപ്പോൾ ഡോക്ടറിനെ ചോദിക്കുമ്പോഴത്തേക്ക് കോളോൺ ക്യാൻസർ വരാനുള്ള വൺ ഓഫ് ദി ജീനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മ്യൂട്ടേഷൻ, ഒരു വ്യതിയാനമുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ സാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് കംപ്ലീറ്റ് ഒരു നോൺ വെജ് ആയിരുന്ന സാറ് ഇപ്പോൾ ഒരു വെജിറ്റേറിയനിലോട്ട് മാറി. എന്നാൽ വെജിറ്റേറിയൻസ് ഓക്കെ ആണെന്ന് ചോദിച്ചാൽ അല്ല, അത് ഞാൻ പിന്നീട് പറയാം. അതുപോലെ അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാൽ എല്ലാ വർഷവും കറക്റ്റ് 1 year ആകുമ്പോഴത്തേക്ക് കൊളനോസ്കോപ്പി ചെയ്തിട്ട് എന്തെങ്കിലും ചേഞ്ചസ് ശരീരത്തിൽ വരുന്നുണ്ടോ എന്നുള്ളതും നോക്കുന്നുണ്ട്. അങ്ങനെ കൃത്യമായിട്ട് ഫോളോ അപ്പിലൂടെ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ വരുന്നതിനെ ഏർലി ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സർവൈവൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് മിനിമം ഇയേഴ്സ് ആയിരിക്കും. അതാണ് ഈ ജനറ്റിക് സ്റ്റഡീസിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നത്. ആ അഡ്വാൻറ്റേജ് തന്നെയാണ് ഇവിടെ ആഞ്ചലിന ജൂലിയറ്റും ചെയ്തത്. സോ ദാറ്റ് ഷീ ക്യാൻ റെഡ്യൂസ് ദ ക്യാൻസർ ബർഡൻ ടു മോർ ദാൻ 90%. ഒരു 90% ഒരു ക്യാൻസർ വരാനുള്ള സാധ്യത നമുക്ക് കുറയ്ക്കാൻ പറ്റും. അങ്ങനെയുള്ള ജിനോമിക് ഇൻവെസ്റ്റിഗേഷൻസ്. അപ്പം ക്യാൻസേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകിൽ ഹെറിഡിറ്ററി ആയിരിക്കാം, പാരമ്പര്യമായിട്ട് വരുന്നതാകാം, അല്ലാന്നുണ്ടെങ്കിൽ സ്പൊറാഡിക് ആയിരിക്കാം. സ്പൊറാഡിക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് നമുക്ക് പെട്ടെന്ന്, നമുക്കൊരു ഫാമിലി ഹിസ്റ്ററി ഇല്ല, പക്ഷെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ, കറക്റ്റായിട്ട് സ്ലീപ്പ് ഇല്ല, കറക്റ്റായിട്ട് ഒരു ജോബിയൽ ലൈഫ് അല്ല, ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ട്, നമ്മൾ എന്ത് വന്നാലും വാരി വലിച്ച് കഴിക്കും, കൃത്യമായിട്ടൊരു ഡയറ്റ് പ്ലാൻ ഇല്ല, മാഡം പറഞ്ഞതുപോലെ. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കാണ് ഈ പറയുന്ന ഒരു ട്രിഗർ വന്നിട്ട് ഈ ട്രിഗർ നമ്മുടെ സെല്ലിനെ എന്ത് ചെയ്യും, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ വീക്കാക്കും. ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ വീക്കാകുമ്പോഴത്തേക്ക് സെല്ല് ക്യാൻസർ ആയിട്ട് അത് ഗ്രോ ചെയ്ത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തില്ല, അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നു. അന്നേരം നമുക്ക് ട്രീറ്റ്മെന്റും ഇമ്പോസിബിൾ ആയിട്ടൊരു കണ്ടീഷൻസ് വരുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ക്യാൻസർ ഒരു മാരകമായിട്ടുള്ള അസുഖമാണോ? അല്ല. എപ്പോഴാണ് മാരകമായിട്ടുള്ള അസുഖമാകുന്നത്? അതൊരു പർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞിട്ട് ആകാൻ പറ്റാത്ത സിറ്റുവേഷൻസിലാണ്. അപ്പോൾ ഈ ക്യാൻസർ എന്ന് പറഞ്ഞാൽ എല്ലാ പേരും ക്യാൻസർ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നെറ്റി ചുളിക്കും, മുഖം ചുളിക്കും, ഭയങ്കര പ്രശ്നമാണ്. ശരിയാണ്, തീർച്ചയായിട്ടും നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെ തന്നെ മാറ്റാൻ കഴിവുള്ള ഒരു അസുഖമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. പക്ഷേ ഏർലി ഐഡന്റിഫൈ ചെയ്ത് ഞാൻ ജനറ്റിക്കലി വൾണറബിൾ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ തന്നെ ഐഡന്റിഫൈ ചെയ്ത് നമുക്കൊരു ഹെൽത്തി, നമുക്ക് ഈവൻ ആഫ്റ്റർ 60, ഈവൻ ആഫ്റ്റർ 90 വി ക്യാൻ എൻജോയ് അവർ ലൈഫ്. അത് തന്നെയാണ് ഞാൻ ഈ ക്യാൻസർ അവയർനെസ് പ്രോഗ്രാം കൊണ്ട് തീർച്ചയായിട്ടും ഉദ്ദേശിക്കുന്നതും. ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ് ഒരു ഫാമിലിയിൽ നിന്ന് എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഇതൊരു നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. 80% ക്യാൻസേഴ്സും നമുക്ക് സ്പൊറാഡിക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് വരുന്നതാണ്. ഒരു 10 to 15% മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ജനറ്റിക് ബാക്കപ്പ് ഉള്ളത്. ഈ ജനറ്റിക് ബാക്കപ്പ് ഉള്ളതിനെ നമുക്ക് നേരത്തെ ഐഡന്റിഫൈ ചെയ്യാം. ഇതൊക്കെ ഒരു ക്യാൻസർ ഇൻസിഡൻസിന്റെ റേറ്റ് ആണ്. നമുക്ക് 2025 നമ്മുടെ സമൂഹത്തിൽ വരുന്ന ക്യാൻസർ ഇൻസിഡൻസും അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതിലോട്ട് കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതാണ് ഞാൻ ചോദിക്കാനുള്ളത്, ക്യാൻസർ അവയർനെസ് ആൻഡ് ക്യാൻസർ സ്ക്രീനിങ്. സാർ നേരത്തെ പറഞ്ഞു നമ്മുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട 3 കാര്യങ്ങളാണ് സെർവൈക്കൽ ക്യാൻസർ സ്ക്രീനിങ്ങും ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ്ങും ആൻഡ് അലോങ് വിത്ത് ദാറ്റ് ഓറൽ കാർസിനോമ. നമ്മുടെ വായിലകത്തുണ്ടാവുന്ന ചെറിയ വൈറ്റമിൻ ഡെഫിഷ്യൻസി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മൂലം ഉണ്ടാകുന്ന ചെറിയ വൈറ്റ് ആയിട്ടുള്ള പാച്ചസ് ഉണ്ടാവാം. നമ്മളതിനെ വൈറ്റമിൻ ഡെഫിഷ്യൻസി ആയിട്ട് നമ്മൾ മിക്കവാറും നമ്മൾ വിചാരിക്കുന്നത് അതൊരു വൈറ്റമിൻ ഡെഫിഷ്യൻസി ആയിരിക്കും. ഓഫ്കോഴ്സ് അത് വൈറ്റമിൻ ഡെഫിഷ്യൻസി തന്നെയായിരിക്കും. പക്ഷേ അങ്ങനെയുള്ള ചെറിയ പാച്ചസോ ചെറിയ എന്തെങ്കിലും ഒരു ഹൈപ്പർപ്ലേഷ്യോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മളെ സ്വന്തം ഇവാലുവേഷൻ അല്ല, അത് നേരെ ഒരു ക്ലിനീഷ്യൻ്റെ അടുത്തോ ഒരു ഫിസിഷ്യൻ്റെ അടുത്തോ ഒരു ഓങ്കോളജിസ്റ്റിൻ്റെ അടുത്തോ പോയിട്ട് അത് പ്രശ്നമില്ലാത്ത ലീഷൻസ് ആണ് അല്ലെങ്കിൽ പ്രശ്നമില്ലാത്ത വൈറ്റ് പാച്ചസ് ആണെന്ന് നമ്മൾ എൻഷുർ ചെയ്യണം. എൻ്റെ ഒരു ഫാമിലിയിൽ ഇതേപോലൊരു പ്രോപ്പർ ഇൻസിഡൻസ് ഉണ്ട്. എൻ്റെ വൈഫിൻ്റെ ഫാമിലിയിലാണ്, അമ്മയുടെ ചേച്ചിയാണ്. അവർക്ക് 35 വയസ്സിൽ ബ്രസ്റ്റിൽ ഒരു ചെറിയ ലംബ്, ഒരു കടുകുമണിയുടെ അത്ര വലിപ്പമുള്ളൊരു ലംബ്. എല്ലാ ക്യാൻസറും അല്ലെങ്കിൽ എല്ലാ ലംബും ക്യാൻസറസ് ആണോ എന്നുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറാണ്. ചെറിയൊരു ലംബാണ്. അപ്പോൾ അന്ന് 35 വയസ്സിലാണ്. ഇവർക്ക് വല്യമ്മയ്ക്ക് ഇപ്പോൾ 2 മക്കളുണ്ട്. 2 പേരും ഒരു ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ്, ഹെൽത്ത് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ചെറിയ ലംബായിരുന്നു 35 വയസ്സിൽ രണ്ടാമത്തെ കുട്ടിയെ കൺസീവ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതുപോലെ ഡോക്ടറിനെ കാണിച്ചപ്പോൾ പറഞ്ഞു അന്ന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യണം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ഹാപ്പി,
നെഗറ്റീവാണ്, പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാവരും ഹാപ്പി, നമുക്ക് എപ്പോഴും കേൾക്കാൻ അത് തന്നെയാണ് ആഗ്രഹം. അപ്പോൾ നെഗറ്റീവാണെന്നുള്ള കൺസെപ്റ്റിൽ അത് അതുപോലെ തന്നെ നമ്മളവിടെ മടക്കി വെച്ചു. പക്ഷേ അന്ന് ഡോക്ടർ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, റെഗുലർ ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ളത്. ഈവൻ ആഫ്റ്റർ റെഗുലർ ഒരു 6 months ഇൻ്റർവെല്ലോ അല്ലെങ്കിൽ 1 year ഇൻ്റർവെല്ലോ നമ്മൾ റെഗുലർ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലംബ് വളരുന്നുണ്ടോ, ആ ലംബിന് എന്തെങ്കിലും ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ പെത്തോളജിക്കൽ ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. ഈവൻ RCCയിൽ തന്നെ എല്ലാ തിങ്കളിലും വ്യാഴാഴ്ചയിലും കമ്മ്യൂണിറ്റി ഓങ്കോളജി വർക്ക് ചെയ്യുന്നുണ്ട്. ആ കമ്മ്യൂണിറ്റി ഓങ്കോളജിയിൽ നമുക്ക് ഇങ്ങനെയൊക്കെ സസ്പെക്ട് ഉണ്ടെങ്കിൽ നമുക്ക് നേരെ പോയിട്ട് അവിടെ ചെന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് FNAC എടുത്ത് ആ ലംബിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കി പറഞ്ഞു തരും. അത് അഡിനോമിയാണോ അല്ലെങ്കിൽ ഫൈബ്രോയിഡ് ആണോ സിസ്റ്റ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ലാസിഫൈ ചെയ്യും. പക്ഷെ വല്യമ്മ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവാണ്, പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. നേരത്തെ പറഞ്ഞതുപോലെ ലൈഫ് ബിഗിൻസ് ആഫ്റ്റർ 40 അല്ല, 40-ലായിരുന്നു വല്യമ്മ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത്. 2 മക്കളെ പഠിപ്പിക്കണം, അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ. ഇപ്പോൾ വല്യമ്മ വന്നിരിക്കുന്ന ഏജ് എന്ന് പറയുന്നത് 60. ഇതേപോലെ വല്യമ്മയ്ക്ക് കൈ പൊക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് കൂടിയും ഇത് മാസങ്ങളായിട്ട് ഈ പറയുന്നൊരു ഫിസിക്കൽ ഡാമേജ് വല്യമ്മയ്ക്കുണ്ട്. പക്ഷെ ഇത് മക്കളോട് 2 മക്കളും വർക്ക് ചെയ്യുന്നത് ഒരു ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ്. ഒരാൾ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള സൗത്ത് ഇന്ത്യ ട്രിവാൻഡ്രത്തെ തന്നെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഉണ്ടായിരുന്നിട്ട് കൂടിയും വല്യമ്മ ഈ കാര്യം അവരോട് പറഞ്ഞില്ല. പക്ഷെ ഒട്ടും വയ്യാതെ വന്നപ്പോഴത്തേക്ക് ഒരു സമയത്ത് ഇതേപോലെ കോയിൻസിഡൻസ് ആയിട്ട് എന്തോ ഒരു ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് പറ്റാത്തതുകൊണ്ട് എന്താ കഴിക്കുന്നത് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, എൻ്റെ ഈ അണ്ടർ ആമിൽ ചെറിയൊരു എന്തുണ്ട്, ഒരു മുഴയുണ്ട് അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് ഉണ്ട്, അത് കാരണം എനിക്ക് കൈ ഒന്നും പൊക്കാൻ പറ്റുന്നില്ല എന്നൊരു ഇൻസിഡൻസ് പറഞ്ഞു. ഉടനെ തന്നെ അദ്ദേഹത്തിനെ അല്ലെങ്കിൽ നമ്മൾ നേരെ പോയി ഒരു ക്ലിനിക്കൽ കൺസൾട്ടേഷൻ എടുത്തു. ക്ലിനിക്കൽ കൺസൾട്ടേഷൻ എടുത്തപ്പോൾ എന്താണ്, അതൊരു ലിംഫ് നോഡ് എൻലാർജ്മെന്റ് ആണ്. ബാക്കി കാര്യങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് ആ 35-ാമത്തെ വയസ്സിൽ ഐഡന്റിഫൈ ചെയ്തിരുന്ന കടുകുമണിയുടെ വലിപ്പത്തിലുള്ള ആ ചെറിയ ട്യൂമർ ഇന്ന് എന്താണ് ഒരു ചെറിയൊരു ബ്ലൂബെറി അല്ലെങ്കിൽ ആ രീതിയിലുള്ള വലിപ്പത്തിലുള്ളൊരു മുഴയായിട്ട് വളർന്നു. ഒരു പക്ഷേ അന്ന് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തിരുന്നുവെങ്കിൽ നമുക്കിത് നേരത്തെ ഐഡന്റിഫൈ ചെയ്ത് സർജറി ചെയ്യാൻ പറ്റും. ഇന്നും സർജറി ചെയ്തു. പക്ഷെ സർജറി ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെക്കൻഡറി ട്യൂമേഴ്സ് നട്ടലിലും ബാക്കി പല ഭാഗങ്ങളിലായിട്ട് അത് ഗ്രോത്ത് ആയിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വല്യമ്മയുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് കീമോ കഴിഞ്ഞു, റേഡിയേഷൻ കഴിഞ്ഞു, ആള് ഫിസിക്കലി വീക്കാണ്. അറിയാം, ആഫ്റ്റർ 60 എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ഫിസിക്കലി വീക്ക്നെസ് ഉണ്ട്. അപ്പോൾ ഇത് നേരത്തെ ഐഡന്റിഫൈ ചെയ്തിരുന്നെങ്കിലോ, നേരത്തെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തിരുന്നെങ്കിലോ, കൃത്യമായിട്ട് കൺസൾട്ടേഷൻ ചെയ്തിരുന്നുവെങ്കിലോ ഈ പറയുന്നൊരു സിറ്റുവേഷനിലോട്ട് പോകണമായിരുന്നോ? ഇല്ല. അതുകൊണ്ടാണ് നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ കൃത്യമായിട്ട് സെൽഫ് ബ്രസ്റ്റ് ഇവാലുവേഷൻ ചെയ്തിരിക്കണം. സെൽഫ് ബ്രസ്റ്റ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കണ്ണാടിയുടെ മുന്നിൽ നമ്മൾ ചെന്നിട്ട് ആ കണ്ണാടിയിൽ നമ്മൾ ഫേസ് ചെയ്തിരുന്നിട്ട് നമ്മുടെ 2 ബ്രസ്റ്റിലും എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, സ്ട്രക്ചറലി അല്ലെങ്കിൽ ഘടനയിൽ, രൂപത്തിൽ, നിറത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, സ്കിന്നിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ടോ, ഈ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് സെൽഫായിട്ട് തന്നെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. കാരണം നമ്മുടെ കേരളത്തിലെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡോക്ടേഴ്സിനോട് ചെന്ന് പറയാൻ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് പറയാൻ നമ്മൾ എപ്പോഴും വിമുഖത കാണിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് അല്ലേ? ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? എത്ര പേര് വോളണ്ടറി ആയിട്ട് പോയിട്ട് വാക്കിനായിട്ട് ഒരു ഡോക്ടറിനെ പോയി കണ്ട് ഇത് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്? എൻ്റെ ഈ പറയുന്ന വല്യമ്മ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലൊരു ക്യാൻസറിനെ നമ്മൾ വളർത്തുകയാണ്. അതുകൊണ്ടാണ് ഏറ്റവും പറയുന്നത് ക്യാൻസർ അതിനെക്കുറിച്ചുള്ള അവയർനെസ്സും വേണം, അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള സ്ക്രീനിങ്ങും വേണം. എല്ലാ മാസത്തിലും ഒരു തവണ ചെയ്താൽ മതി. ഒരു തവണ നമ്മൾ സ്വന്തം ബ്രസ്റ്റ് നമ്മൾ തന്നെ ഇവാലുവേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്നുള്ള ഘടനയിൽ, രൂപത്തിൽ, സ്ട്രക്ചറിൽ എന്തെങ്കിലും ഇവാലുവേഷൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെയുള്ള നമ്മുടെ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്താൽ മതി. എന്തൊക്കെയാണ് നമ്മൾ അവിടെ പിൻ പോയിന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പാൽപ്പേറ്റ് ചെയ്ത് നോക്കണം. നമ്മുടെ 4 ഫിംഗേഴ്സ് എടുത്തിട്ട് ആ 4 ഫിംഗേഴ്സിന്റെ ടിപ്പല്ല, അതിന്റെ മിഡ് പാഡ് ഭാഗം വെച്ചിട്ട് നമ്മൾ ഒരു ക്ലോക്ക് വൈസ് നമ്മൾ ചുറ്റും ബ്രസ്റ്റിന്റെ ചുറ്റും നമ്മളൊന്ന് പാൽപ്പേറ്റ് ചെയ്ത് നോക്കണം. എന്തെങ്കിലും നമ്മുടെ കയ്യിൽ തട്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലും ചെറിയ മുഴകളോ ഗ്രോത്തോ ഉണ്ടോ എന്നുള്ളത്. ആൻഡ് വെർട്ടിക്കലി നമ്മൾ ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ ഫിസിക്കൽ ഇവാലുവേഷൻ ചെയ്യണം, വിഷ്വൽ ഇവാലുവേഷൻ ചെയ്യണം, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്നുള്ളത്. അത് മാൻഡേറ്ററി ആയിട്ട് മസ്റ്റായിട്ട് നമ്മൾ ഹാബിറ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം ഞാൻ എൻ്റെ വൈഫിനോടും എൻ്റെ സിസ്റ്റേഴ്സിനോടും എല്ലാവരോടും പറയുന്ന കാര്യങ്ങൾ, ആഫ്റ്റർ 30 ആണെങ്കിൽ നമുക്ക് എപ്പോഴും ഈ ഹോർമോണൽ ഇംബാലൻസസ് വന്നിട്ട് നമുക്ക് ഇങ്ങനെ വരാനുള്ള ചാൻസസ് ഉണ്ട്.
അപ്പോൾ അത് നമ്മുടെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി മാത്രമല്ല നമ്മുടെ ഫാമിലിയോടും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലെ ആൾക്കാരോടും പറയണം. കാരണം എന്ന് പറയുന്നത് ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് നമ്മൾ വാക്കിങ്ങിന് പോകുന്നുണ്ട്, ജോഗിങ്ങിന് പോകുന്നുണ്ട്, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്യും. കാരണം നമ്മൾ കൂടുതലും ഭയാനകമായിട്ട് കാണുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. നമ്മുടെ കൊളസ്ട്രോൾ കൂടുന്നുണ്ടോ, നമുക്ക് മുട്ടുകൾക്ക് തേയ്മാനം വരുന്നുണ്ടോ, അതോടൊപ്പം തന്നെ നമ്മുടെ ബ്രസ്റ്റ് വാല്യൂട്ടിന്നും സെർവൈക്കൽ സ്ക്രീനിങ്ങും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒക്ടോബർ എന്ന് പറയുന്നത് ബ്രസ്റ്റ് അവയർനെസ് ക്യാമ്പയിൻ നടക്കേണ്ട ഒരു മന്താണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പണ്ട് കാലങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള അറിവെന്ന് പറയുന്നത് വളരെ വളരെ ലിമിറ്റഡ് ആണ്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നമുക്ക് ഒരുപാട് അവയർനെസ്സും ക്യാമ്പയിൻസും TV ത്രൂ മീഡിയ ത്രൂ കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ ആരും ചെയ്യുന്നില്ല. അപ്പം ഇതൊരു മാൻഡേറ്ററി തിങ് ആണ്. ചേഞ്ചസ് എന്ന് പറയുന്നത് ഇതൊക്കെ ആയിരിക്കാം. സ്ട്രക്ചറുള്ള ചേഞ്ചസ്, ബ്രസ്റ്റിൻ്റെ ഒരു സെൽസ് അല്ലെങ്കിൽ ഘടനയിലുള്ള വ്യത്യാസം, നിപ്പിൾ ഡിസ്ചാർജ്, ഇതൊക്കെ നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ദെൻ ഇതിനെക്കുറിച്ചുള്ള കുറേ മിത്തുകളുണ്ട്, ചെറിയ ചെറിയ അബദ്ധധാരണകളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് സ്ത്രീകളിൽ മാത്രമാണോ ബ്രസ്റ്റ് ക്യാൻസേഴ്സ് വരുന്നത്? അല്ല, പുരുഷന്മാരിലും വരും. അതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. BRCA1, BRCA2 2 ജീനുകളുണ്ട്. ഈ 2 ജീനുകളിൽ എന്തെങ്കിലും വ്യതിയാനം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരാനുള്ള ചാൻസ്, അത് ഫാമിലി ത്രൂ വരുന്നതാണ്, നമുക്ക് വരാനുള്ള ചാൻസ് 60% കൂടുതലാണ്. അത് സ്ത്രീകളിൽ മാത്രമല്ല, പുരുഷനിലും ബ്രസ്റ്റിലും പ്രോസ്റ്റേറ്റ് ക്യാൻസറിനും അത് റീസണബിൾ ആണ്. റീസൺ ആകുന്ന 2 കാൻഡിഡേറ്റ് ജീൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു ആൾക്കും ഒരു അല്ലെങ്കിൽ ഒരു ബൈ ബർത്ത് ആ ഒരു 1 day മുതൽ ഈവൻ ആഫ്റ്റർ 95 ഇയേഴ്സിലാണെങ്കിലും ഏതൊരു സമയത്തും നമുക്ക് ഈ ബ്ലഡ് ടെസ്റ്റിലൂടെ നമ്മൾ ഈ പറയുന്ന ജീനുകളിൽ എന്തെങ്കിലും നമുക്ക് മ്യൂട്ടേഷൻ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് ഒന്നും വേണ്ട, നമ്മുടെ ബ്ലഡ് നമ്മൾ സാധാരണ കൊളസ്ട്രോൾ, ലിപ്പിഡ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പോലും ഒരു 3 ml ബ്ലഡ് കൊടുത്താൽ മതി. DDRC HLSൽ ഈ പറയുന്ന ഫെസിലിറ്റി അവൈലബിൾ ആണ്. നമ്മൾ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്കൊരു DNA ഇവാലുവേഷൻ, ഒരു DNA എടുത്തിട്ട് ആ ജീനുകളിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ, ചേഞ്ചസ് ഉണ്ടോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. DNA കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, ചേഞ്ചസ്. ഒന്നും ഏതെങ്കിലും സ്കൂൾ കുട്ടികളാണെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ കോളേജ് കുട്ടികളാണെങ്കിൽ ഞാൻ 7ാം അറിവ് എന്നൊരു സിനിമ കണ്ടിട്ടുണ്ടാവും. 7ാം അറിവ്, സൂര്യ. ഇല്ല, അത് കുഴപ്പമില്ല. സ്കൂൾ കുട്ടികളാണെങ്കിൽ 8 ആൻസർ പറഞ്ഞേനെ. ഞാൻ DNA ചോദിച്ചാൽ അവൻ പറയത്തില്ല. ജീൻ എന്തെന്ന് ചോദിച്ചാൽ പറഞ്ഞു. 7ാം അറിവ് സിനിമ കണ്ടിട്ടുണ്ടോ? ആ കണ്ടിട്ടുണ്ട് സാറേ. സൂര്യയല്ലേ, ശ്രുതി ഹാസൻ അല്ലേ? ബോധിധർമ്മനെ അറിയാമോ? ആ ബോധിധർമ്മനെ അറിയാം. അപ്പോൾ ബോധിധർമ്മൻ എന്താ ചെയ്ത്? ബോധിധർമ്മൻ്റെ അച്ഛൻ്റെ ജീനിനെ എടുത്തിട്ട് ചെയ്തു, കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. അതായത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിയും. അപ്പോൾ കുട്ടികളടുത്ത് അങ്ങനെയൊക്കെ ചോദിച്ചാലേ ആൻസർ പറയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 7ാം അറിവിൻ്റെ കാര്യം ചോദിച്ചത്. തെറ്റുപറ്റിപ്പോയി, സോറി. അപ്പോൾ ഇതാണ്. അപ്പം മെയിൻ ഇതൊക്കെ മിത്തുകളാണ്. പിന്നെ നമ്മൾ ചോദിക്കാം ഇന്നോവേഴ്സ് നമ്മൾ ഒരുപാട് നേരം ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും രീതിയിലുള്ള ബ്രസ്റ്റ് ക്യാൻസർ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ? ഇതൊക്കെ കോമൺ ലേമാൻ ക്വസ്റ്റ്യൻസ് ആണ്. ഒരിക്കലുമില്ല, അതിന് ഒരു രീതിയിലുള്ള സയന്റിഫിക് എവിഡൻസസും ഇല്ല. അങ്ങനെയുള്ള അബദ്ധധാരണകളെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കരുത്. ആഫ്റ്റർ 40 നമ്മൾ മാമോഗ്രാം ചെയ്യണം എന്ന് പറയും. മാമോഗ്രാം ചെയ്യുന്നത് കൊണ്ട് സാർ എനിക്ക് ക്യാൻസർ വരുമെന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരിക്കലുമില്ല. മാമോഗ്രാം എന്ന് പറയുന്നത് അത്രയും സേഫ്റ്റി മെഷേഴ്സ് ഉള്ള ഒരു ഇൻവെസ്റ്റിഗേഷനാണ്. ആ മാമോഗ്രാം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഏർലി ഐഡന്റിഫൈ ചെയ്യാമെന്ന് മാത്രമേ, ഏർലി ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാം. അതുകൊണ്ട് ആഫ്റ്റർ 40 നമ്മൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നമ്മളത് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ഊഹോപോഹങ്ങൾ, ഇങ്ങനെ കുറേ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ചുകൂടി മലയാളത്തിൽ പറഞ്ഞാൽ നാട്ടുകൂട്ടം പറയുന്നുണ്ട്. ശ്രദ്ധിക്കരുത്. സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞു ഓൾ ബ്രസ്റ്റ് ലംസ് ആർ ക്യാൻസറസ്. എന്തെങ്കിലും ബ്രസ്റ്റിൽ ലംബ് വന്നെന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കാൻ വിമുഖത കാണിക്കരുത്. അത് കാണിക്കണം. എല്ലാ ലംബുകളും ക്യാൻസറസ് ആയിരിക്കില്ല. നേരത്തെ പറഞ്ഞതുപോലെ സിസ്റ്റ് ആയിരിക്കാം, ഫൈബ്രോയിഡ്, അഡിനോമ ആയിരിക്കാം. അത് നമ്മൾ കൃത്യമായിട്ട് ഇടവേളകളിൽ ഒരു ഡോക്ടറിനെ, ക്ലിനീഷ്യനെ കണ്ടിട്ട് അതിൽ നേരത്തെ പറഞ്ഞതുപോലെ FNAC ചെയ്തിട്ട് ആ സെല്ലിൻ്റെ മോർഫോളജി, സെല്ലിൻ്റെ പാത്തോളജി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട്, നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ വല്യമ്മയുടെ അവസ്ഥ ആർക്കും വരരുത്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കൃത്യമായ ഇടവേളകളിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. അത് 1 year ആവാം, 6 months ആകാം. അതൊരിക്കലും നമ്മൾ ചെയ്യരുത്. കാരണം നമ്മൾ ബ്യൂട്ടി പാർലറിൽ കൃത്യമായ ഇടവേളയിൽ പോകുന്നുണ്ട്, ഹെയർ സ്ട്രൈറ്റ് ചെയ്യുന്നുണ്ട്, അപ്പം ചോദിക്കാൻ സാർ ഫിനാൻഷ്യലി ഞാൻ അത്ര ചെയ്തില്ല, എനിക്ക് EMI ഉണ്ട്, ലോൺ ഉണ്ട് എന്നൊക്കെ പറയും. എൻ്റെ വൈഫിനോട് പറഞ്ഞാൽ. പക്ഷേ വൈഫ് പോയി മുടി സ്ട്രൈറ്റ് ചെയ്ത് വന്നിട്ട് പോകുമ്പോൾ പെട്ടെന്നാണ് ഒരു മെസ്സേജ് വരുന്നത്, കെരാറ്റിനൈസേഷൻ 12,000 രൂപ. എന്തായാലും അത്രയും വേണ്ടി വരത്തില്ല. ഈ പറയുന്ന രീതിയിൽ ഒരു ഡോക്ടറിനെ പോയി കണ്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാം. നമ്മൾ എപ്പോഴും നമ്മുടെ ബാഹ്യ സൗന്ദര്യത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ഒരു 3-1 അല്ലെങ്കിൽ ഒരു 10% പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ പറയുന്ന നമ്മുടെ ബോഡി ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമായ ഇടവേളകളിൽ ചെയ്യണം. പിന്നെ വേറെ കാര്യങ്ങൾ പറയുന്നത്
ഞാൻ നേരത്തെ പറഞ്ഞ ഇതുപോലെയാണ് ഞാൻ പറഞ്ഞത് മെറ്റാസ്റ്റാസിസ്. ആ മെറ്റാസ്റ്റാസിസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, കൃത്യമായ ആദ്യം ഏർലി ഐഡൻറ്റിഫിക്കേഷൻ ഈസ് ദ ബെസ്റ്റ് തിങ് ഫോർ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്. ഏർലി ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വളരെ പുഷ്പം പോലെ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖം വേറെ ഒന്നും തന്നെയില്ല. പനി പോലും കുറച്ച് സമയം എടുക്കും, പക്ഷേ ഇതിൽ നമ്മൾ അത്രയും പ്രോബ്ലംസ് ഇല്ല. ദെൻ നമ്മുടെ മെയിൻ വില്ലന്മാരാണ്, അറിയാലോ. ഞാൻ എൻ്റെ മോളെ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണിക്കാറില്ല. കാരണം കാണിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ അവളെ ഇങ്ങനെ എടുത്തുകൊണ്ട് ആ സൈഡിൽ കൂടെയൊക്കെ കറങ്ങി വരും. ബിക്കോസ് നേരെ അവിടെ ഇരിക്കുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ആ ഫ്രഞ്ച് ഫ്രൈസ് ആണെങ്കിൽ അവൻ്റെ അടുത്ത് ചെറിയ ടിക്കറ്റിൽ തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തരത്തേയില്ല. അവൻ്റെ ഉള്ളത് വലിയ പാക്കാണ്. എന്നാൽ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ടീമിൽ നീ ഇതിലിട്ട് തരുമെന്ന് വെച്ചാൽ അതും തരത്തില്ല. കാരണം അത്രയും ഹെവി എമൗണ്ടിലാണ് അവർ തരുന്നത്. അവർക്ക് സ്മോൾ പാക്സ് ഇല്ല. പക്ഷെ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ എന്തായിരിക്കും ഈ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റോ മെറ്റീരിയൽ എന്തായിരിക്കും? എന്താണ്? പൊട്ടറ്റോ, സിമ്പിൾ പൊട്ടറ്റോ. പക്ഷെ ഞാൻ ഈ പൊട്ടറ്റോ എൻ്റെ വീട്ടിൽ ഞാൻ ഈ പൊട്ടറ്റോ അരിഞ്ഞ് സ്ലൈസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഫ്രൈങ് പാനിലിട്ടു, എയർ ഫ്രയറിലിട്ടു. പക്ഷെ ഒരിക്കലും ഇവൻ്റെ പാക്കിൽ നിൽക്കുന്നത് പോലെ ഒരാഴ്ച ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കത്തില്ല. അല്ലെങ്കിൽ ഉണരൂ സുരേഷ് എന്ന് വിളിച്ചുണർത്തേണ്ട കാര്യമില്ല. അവൻ്റെ എപ്പോഴും സ്ട്രെയിറ്റ് ആണ്. പക്ഷെ ഞാൻ ഫ്രൈങ് പാൻ എണ്ണയിലിട്ട് പൊരിച്ചിട്ട് പോലും ഞാൻ എടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവൻ ഒടിഞ്ഞു മുടങ്ങി ഇങ്ങനെ ഇരിക്കും. ആ അവസ്ഥയല്ലേ? ആർക്കെങ്കിലും അല്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ടോ? എന്താ മാം? കോൺഫ്ലോർ ആഡ് ചെയ്തു. കോൺഫ്ലോർ ആണോ എന്നുള്ളത് സംശയമാണ്. പക്ഷേ അവൻ്റെത് ഒരാഴ്ച കഴിഞ്ഞാലും സ്റ്റിഫാണ്. ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ ഫ്രഞ്ച് ഫ്രൈസ്, വണ്ടിയിലിരിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് എടുത്ത് നോക്കിയാലും സ്ട്രെയിറ്റ് ആണ്, ഇല്ലേ? അതുപോലെ തന്നെ ഞാൻ എറണാകുളത്ത് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ചക്കി ഫ്രഷ് ആട്ടാൻ ഞാൻ എടുത്ത് ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ ചപ്പാത്തി പപ്പടം പോലെ പൊങ്ങി വരും. അടിച്ചടിച്ച് എനിക്ക് താക്കേണ്ടി വരും. പക്ഷേ ഈ ചപ്പാത്തിയുടെ റോ മെറ്റീരിയൽ എനിക്കറിയാം. ഗോതമ്പ് പൊടിപ്പിച്ച്, പണ്ട് എൻ്റെ അച്ഛമ്മമാരൊക്കെ ചെയ്യുന്നുണ്ട്, ഗോതമ്പ് പാലിട്ട് ഉണക്കി അതിനെ പൊടിപ്പിച്ച് അത് വെച്ചിട്ട് നമ്മൾ ഉരുട്ടി, അല്ലേ? ഞാൻ പണ്ട് കൊച്ചുകാലത്തിൽ നല്ല ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ പൊങ്ങി പഫായിട്ട് വരുമോ? വരാറുണ്ടോ? അപ്പോൾ ഇതിൻ്റെ കടയിൽ നിന്ന് കിട്ടിയ ചക്കി ഫ്രഷ് ആട്ടയിലും അല്ലെങ്കിൽ ഇപ്പം ബംഗാളി ചപ്പാത്തി വരുത്തുന്നുണ്ട്. അവൻ്റെ ചപ്പാത്തി കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും പൊങ്ങി വരും. പക്ഷെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും വരത്തിൽ. എന്താ കാര്യം? അതിൽ ആഡ് ചെയ്യുന്ന കെമിക്കൽസ്, അങ്ങനെ ഒരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സേമിയ പായസം വരെ നമുക്ക് കവറിൽ കിട്ടുന്നുണ്ട്. ആരെങ്കിലും എൻ്റെ വീട്ടിൽ ഇപ്പം ആരും ചെയ്യത്തില്ല. ഗോതമ്പ് പൊടിച്ച് ഉണക്കി പായൊക്കെ, പിന്നെ വേറെ ജോലിയില്ലേ, ഇതേ അവൻ്റെ കടയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കൊണ്ടുവന്ന് നമ്മൾ പൊട്ടിച്ച് കാര്യം കഴിഞ്ഞു. സിമ്പിൾ. ഈ പറയുന്ന ഞാനും വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്? വി ആർ ഫോഴ്സ്ഡ് ടു ഡു ദാറ്റ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻസിലാണ് നമ്മൾ വളരുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്നത്. അതിലൊക്കെ നമുക്ക് ഇത് എനിക്ക് ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റുമോ? അല്ലെങ്കിൽ നമുക്ക് കപ്പ, പണ്ടത്തെ കാലത്ത് ഞാൻ ആ പഠിക്കുന്ന സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ആഫ്റ്റർ ദ ബ്രേക്ക് അല്ലെങ്കിൽ ആ സമ്മർ വെക്കേഷനിൽ പഴങ്കഞ്ഞി കുടിക്കാറുണ്ടായിരുന്നു. പഴങ്കഞ്ഞി, ആ സമയത്ത് ചക്ക കൂട്ടാൻ, കപ്പ, അതിൽ കുറച്ച് തലേന്നത്തെ മീൻചാറൊക്കെ വെച്ച് കൂട്ടാനായിട്ട് എന്തൊരു സുഖം. ഇപ്പോഴും പലപ്പോഴും നാവിൽ വെള്ളം മുറുന്നുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ, യു പുവർ ഡാഡ്, വാട്ട് ആർ യു സേയിങ് അബൌട്ട് എന്നുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. കാരണം നമ്മുടെ കാലഘട്ടം മാറി, ചേഞ്ചസ് മാറി, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് മാറി. എൻ്റെ അച്ഛാമ്മയും അച്ഛനും ഉണ്ടാക്കി തരുന്ന ഫുഡിൻ്റെ ടേസ്റ്റ്, അവർ നെല്ല് ഉണക്കി കിട്ടുന്ന ആ നെല്ല് പൊടിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ, അതിൽ കുറച്ച് ശർക്കരപ്പൊടിയൊക്കെ ഇട്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് ഇനി ജന്മത്ത് എനിക്ക് വേറെ എങ്ങൊന്നും കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് കാലഘട്ടം മുന്നോട്ട് സഞ്ചരിച്ച് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഫിംഗർ ടിപ്പിൽ നമുക്ക് ഇൻ്റർനെറ്റിലും WHO വിവരങ്ങളും എല്ലാം അന്വേഷിച്ചേ കിട്ടും. പക്ഷേ ഈ കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും കിട്ടാറില്ല. അതുപോലെ തന്നെ ഞാനൊരു കോവിഡിന് ശേഷം ഞാനൊരു ട്രിവാൻഡ്രത്തോട്ട് പോയപ്പോഴത്തേക്ക്, ട്രിവാൻഡ്രത്ത് ഒരു ഹോട്ടലിൽ ചെയ്യുന്നിട്ട് ഞാൻ ഉച്ചയ്ക്ക് സമയമാണ്, ഒരു 12 1 o'clock, നല്ല വിശപ്പുണ്ട്. ഞാൻ പോയി ചോദിച്ചു, കഴിക്കാൻ എന്താ ഉള്ളത്? സർ ചോറുണ്ട്, ചോറിൻ്റെ കൂടെ മീൻകറി. ആ മീൻകറി ഉണ്ട് സർ. എന്താ മീൻകറി ഉള്ളത്? കേര. ഞാൻ കേര അല്ലാണ്ട് കൊഴുവയില്ല സർ. കേര ഫ്രൈ ഉണ്ട്, കേര കറി ഉണ്ട്, പിന്നെ കേരയുടെ ഒരു സാധനം കൂടെ പറഞ്ഞു. വിശക്കുന്നതിന് ഞാൻ പറഞ്ഞു കേര ഓക്കെ, അണ്ടർസ്റ്റുഡ് മാം, കേര കറിയാണ് കഴിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു കേര മാത്രം പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അവൻ വന്നിട്ട് ആ വെയിറ്ററിനോട് ചോദിച്ചു, ഇതെന്താ ചോറിനോട് കേര കറി, നിങ്ങൾ വേറെ ഫിഷസ് ഒന്നും വാങ്ങാറില്ല? അല്ല സർ, കേരയാണെങ്കിൽ കുഴപ്പമില്ല, ഫ്രിഡ്ജിൽ 3-4 ദിവസം പഴയ കുഴപ്പമില്ലാണ്ട് അവിടെ ഇരുന്നു. അപ്പോൾ ഞാൻ വേണ്ട, എനിക്ക് കേരക്കറിയാണ്. സാർ ഇത് ഫ്രഷാണ്, 2 ദിവസത്തെ പഴക്കേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിലാണെങ്കിലും ഈ സിറ്റുവേഷൻസിൽ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നമ്മൾ സെൽഫ് ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്ക് രോഗം വരാനുള്ള സംവിധാനം അല്ലെങ്കിൽ രോഗം വരാനുള്ള ഒരു അവസ്ഥ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നേരത്തെ മുൻകൂട്ടി കണ്ടെത്തി അതിനെ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാം, പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. അല്ലാണ്ട് അവൻ്റെ കേരക്കറി മാറ്റാനോ, നമുക്ക് ബംഗാളിയുടെ ചപ്പാത്തി മാറ്റാനോ, ചക്കി ഫ്രഷ് ആട്ട മാറ്റാനോ, ഫ്രഞ്ച് ഫ്രൈസ് മാറ്റാനോ, ഈവൻ വീട്ടിൽ നിന്ന് വാങ്ങുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന തക്കാളി ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. 1 ആഴ്ച 2 ആഴ്ച ആയിരുന്നാലും തക്കാളി
കഴിഞ്ഞാൽ അതേപോലെ ഫ്രഷ്നെസ്സോട് കൂടി വീട്ടിലിരിക്കും. സെയിം അല്ലേ? എൻ്റെ മാത്രം അഭിപ്രായമാണോ? അല്ല, മെജോറിറ്റി നിങ്ങളും ഫീൽ ചെയ്തിട്ടുണ്ടാവും. യെസ്, കറക്റ്റ്. അതാണ് നമ്മുടെ സിറ്റുവേഷൻ. അതിൽ അവൻ അടിക്കാത്ത കെമിക്കൽസ് ഒന്നുമില്ല. ഗ്രേപ്സ് വാങ്ങിക്കഴിഞ്ഞാൽ ഗ്രേപ്സിൽ കറുത്ത മുന്തിരി വേണമെങ്കിൽ ഞാൻ ബ്രഷ് ചെയ്ത് നോക്കണം ഇതിൽ കറുപ്പുണ്ടോ എന്നുള്ളത്. കാരണം മൊത്തം ഇരിക്കുന്നത് വെള്ളയാണ്. അതിലൊരു ഈച്ച വന്നിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഒരു ഈച്ച ലിറ്ററലി നമുക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ജീവിക്കുന്ന സമയത്ത് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസിൻ്റെ പ്രോഗ്രാം പറയുമ്പോഴത്തേക്ക് മാഡം പറഞ്ഞതുപോലെ ഡയറ്റീഷ്യൻ്റെ പ്രോഗ്രാം പറയും നമുക്ക് ഇതൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ബിക്കോസ് വി ആർ ലിവിങ് ഇൻ എ വേൾഡ് in which more are chemicals. Most of the things are chemicals and chemically added foods. So what we can do, we can focus our own health and എന്തെങ്കിലും വരാനുള്ള ചാൻസ് ഉണ്ടോ സ്ക്രീനിങ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഇതിനു വേണ്ടി നമുക്കൊരു സ്ക്രീനിങ് പ്രോഗ്രാം ഉണ്ട്, ജനറ്റിക് കൗൺസിലിംഗ് ഉണ്ട്. ആ ജനറ്റിക് കൗൺസിലിംഗ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ബൈ വെർച്വൽ മോഡ് നമുക്ക് ഇൻട്രാക്ട് ചെയ്തിട്ട് നമുക്കത് റിപ്പോർട്ടായിട്ട് ചെയ്യാൻ പറ്റും. DDRCയിൽ അത് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് പാരൻ്റൽ ഒരു ഫാമിലി ഹിസ്റ്ററി കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതാണ്. ഫ്രം ദ ഗ്രാൻഡ് പാരൻസ് ഒരു 3 ജനറേഷൻ ബാക്കിൽ പോയിട്ട് അവർക്ക് എന്ത് അസുഖം വന്നു, അന്നൊന്നും ആ അസുഖം നമുക്ക് പറയാൻ പറ്റില്ല. ക്യാൻസർ വന്നു, കാരണം ക്യാൻസർ ആയിട്ട് അത് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടാവില്ല. ജ്വരം വന്ന് മരിച്ചു, അല്ലെങ്കിൽ വേറെ സിറ്റുവേഷൻസിലാണ് പറയുന്നത്. പക്ഷേ ഡെഫിനറ്റ്ലി ആ ലീനേജ് അവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. അതൊരു 3 ജനറേഷൻ വരുമ്പോഴത്തേക്കും പാരമ്പര്യമായിട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ക്യാൻസേഴ്സ്, അങ്ങനെയുള്ള അസുഖങ്ങൾ, ക്യാൻസർ മാത്രമല്ല എല്ലാ രീതിയിലുള്ള ജനറ്റിക് ഡിസോർഡേഴ്സും നമുക്ക് ഈ ജനറ്റിക് കൗൺസിലിങ്ങിലൂടെ ഐഡൻറ്റിഫൈ ചെയ്ത് പറയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സെർവൈക്കൽ ക്യാൻസർ. സെർവൈക്കൽ ക്യാൻസറിൻ്റെ ഏറ്റവും പ്രധാന കാരണം എന്താണ്? ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. നമ്മൾ കോവിഡ് പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാന കാരണം ഹ്യൂമൻ പാപ്പിലോമ വൈറസിൻ്റെ ഇൻഫെക്ഷനാണ്. ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് നമ്മുടെ സെർവിക്കൽ ടിഷ്യൂവിൽ ഇൻഫെക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ ഒരു 5 to 6 years അതൊരു ഡോർമൻറ്റ് സ്റ്റേറ്റിലായിരിക്കും, ക്വസൻറ്റ് സ്റ്റേജിലായിരിക്കും, വിത്തൗട്ട് എനി ചേഞ്ചസ്. പക്ഷേ ആഫ്റ്റർ 5-6 years എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും സെർവിക്സിൽ ഒരുപാട് പത്തോളജിക്കൽ ചേഞ്ചസ് വരുത്തും. ആ സമയത്ത് അതൊരു സെർവൈക്കൽ ഇൻട്രാഎപ്പിത്തീലിയൽ നിയോപ്ലേഷ്യ കാറ്റഗറി 2, കാറ്റഗറി 3 മാറ്റപ്പെട്ടിട്ടുണ്ടാവും. നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആഫ്റ്റർ 30 years 30 വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകളും ഒരു HPV ഹ്യൂമൻ പാപ്പിലോമ വൈറസിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് ഒരു DNA ടെസ്റ്റിംഗ് ചെയ്യണം. ഇൻ കേസ് നെഗറ്റീവ് ആണെങ്കിൽ ആ നെഗറ്റീവ് ഒരു 5 years ആപ്ലിക്കബിൾ ആണ്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. അതൊരു ഗൈഡ് ലൈൻ പറയുന്നതാണ്. ആ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് ഈവൻ കോസ്റ്റിംഗ് ഓൺലി 2,000 rupees, നോട്ട് എബോവ് ദാറ്റ്. സോ ആ 2,000 rupees നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആണ്. ദാറ്റ് ഈസ് ഫോർ 5 years. അത് നേരത്തെ സാർ പറഞ്ഞു എന്താണ് നമ്മൾ പാപ്സ്മിയർ നോക്കണമെന്ന്. പാപ്സ്മിയർ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് സെല്ലുലാർ ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. മാഡം ഉണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ പെത്തോളജിസ്റ്റ് മാം ഉണ്ടെന്ന് പറഞ്ഞു ആക്ച്വലി. അപ്പോൾ നമുക്ക് സെല്ലുലാർ ചേഞ്ചസ് മാത്രമേ അതിന് പറ്റുള്ളൂ. പക്ഷേ ഹ്യൂമൻ പാപ്പിലോമ വൈറസിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ ഏർലി ഐഡൻറ്റിഫൈ ചെയ്യേണ്ട കാര്യമാണ്. അതിനൊരു HPV DNA ടെസ്റ്റിംഗ് ചെയ്താൽ മതി. ആഫ്റ്റർ 30 years 30 വയസ്സ് കഴിഞ്ഞുള്ള എല്ലാ സ്ത്രീകളിലും ഇപ്പോൾ കുട്ടികൾക്ക് വാക്സിനേഷൻ പ്രോഗ്രാമും ഉണ്ട്. 9 to 14 years കുട്ടികൾക്ക് നമ്മുടെ ഹെൽത്ത് സിസ്റ്റം, നമ്മുടെ ഗവൺമെൻറ് ഓഫ് കേരള ഹെൽത്ത് സിസ്റ്റം ത്രൂ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് ത്രൂ അവർക്ക് 3 ഡോസ് വാക്സിനേഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വാക്സിനേഷൻ പ്രോഗ്രാമും അവൈലബിൾ ആണ്. ദോസ് ഹു ആർ എബോവ് 30 വയസ്സിന് ശേഷമുള്ളവരാണെങ്കിൽ അത് കൃത്യമായ ഇടവേളകൾ ആഫ്റ്റർ 5 years ഇൻ്റർവെല്ലിൽ നമ്മൾ HPV DNA ടെസ്റ്റിങ്ങും ചെയ്യേണ്ടതാണ്. ഇപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ 9 to 14 yearsലുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഈ HPV വാക്സിനേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ദെൻ ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഏർലി ഡിറ്റക്ഷൻ സേവ്സ് ലൈഫ്സ്. ആൻഡ് this is that message that I am quoting from the message of Mahatma Gandhi. The future depends on what you do today. നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തികളാണ് അല്ലെങ്കിൽ ഇന്ന് ചെയ്യുന്ന കർമ്മങ്ങളാണ് നമ്മുടെ ഫ്യൂച്ചറെ ഡിഫൈൻ ചെയ്യുന്നത്. സോ ആക്ച്വലി അപ്പം ബി അവെയർ ഓഫ് ദിസ് കൈൻഡ് ഓഫ് സ്റ്റെപ്സ് ആൻഡ് പ്ലീസ് ഡു ഓൾ യുവർ ചെക്കപ്പ്. And thank you for your patient listening and thank you all.